സന്ദേശം അയക്കാൻ പേരുകേട്ട ആപ്പാണ് ടെലിഗ്രാം എങ്കിലും ഒട്ടേറെ തട്ടിപ്പുകൾ നടത്താൻ കഴിയുന്ന ഒരു ആപ്പായി ടെലിഗ്രാം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBI തന്നെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ടെലിഗ്രാം ആപ്പ് വലിയ രീതിയിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ടെലിഗ്രാമിൽ എളുപ്പമാണ്. ആരാണ് ഇത് എഡിറ്റ് ചെയ്തത് എന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല. ടെലിഗ്രാം ആപ്പിലെ ഈ സാധ്യത ഉപയോഗിച്ച് പലരും നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ വ്യാജ പതിപ്പുകൾ ഇറക്കി. ഒറിജിനൽ നീറ്റ് പേപ്പർ എഡിറ്റ് ചെയ്ത് പുതിയ ചോദ്യങ്ങൾ ചേർക്കുകയായിരുന്നു. ഈ വ്യാജ ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക വഴി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ഭീതി സൃഷ്ടിക്കാൻ നീറ്റ് പരീക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കുറി നീറ്റ് പുനഃപരീക്ഷ നടത്തിയപ്പോൾ പരീക്ഷ കഴിയുന്നതുവരെ ടെലിഗ്രാം ആപ്പ് ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. അതായത് ടെലിഗ്രാം എന്ന ആപ്പ് ലോകത്തിലെ അമേരിക്കൻ വിരുദ്ധ ഭരണാധികാരികൾക്കെല്ലാം തലവേദനയായി മാറുകയാണ്. ഇപ്പോഴിതാ റഷ്യൻ പ്രസിഡന്റ് പുടിനെയും ടെലിഗ്രാം വലയ്ക്കുകയാണ്. ഇന്ത്യയിൽ നീറ്റ് ചോദ്യ പേപ്പറിന്റെ വ്യാജൻ ഉണ്ടാക്കാനാണ് തട്ടിപ്പുകാർ ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ചതെങ്കിൽ റഷ്യയിൽ അട്ടിമറി നടത്താനും സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ടെലിഗ്രാം ആപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നതായി റഷ്യൻ ഭരണാധികാരികൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ടെലിഗ്രാം സ്ഥാപകൻ പവൽ ദുറോവിനെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യൻ സർക്കാർ. കാരണം യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഭീകര തീവ്രവാദ സംഘടനകളും റഷ്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും സൈബർ തട്ടിപ്പുകൾക്കുമായി ടെലിഗ്രാം സജീവമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ചാനലുകളും ബോട്ടുകളും മാറ്റാൻ റഷ്യ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാൻ ടെലിഗ്രാം ആപ്പിന്റെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. ഇതിനായി ടെലിഗ്രാം സ്ഥാപകൻ പവൽ ദുറോവിനെതിരെ ഭീകരവാദത്തിന് ഒത്താശ ചെയ്തെന്ന കുറ്റം ചുമത്തിയിരിക്കുകയാണ് റഷ്യ. റഷ്യയിൽ ടെലിഗ്രാം പ്ലാറ്റ്ഫോമിന് മേലുള്ള നിയന്ത്രണം അത് കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ. യുക്രൈന്റെ രഹസ്യ അന്വേഷണ വിഭാഗവും ഭീകര സംഘടനകളും റഷ്യയിൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ടെലിഗ്രാം പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും അത് തടയാൻ കമ്പനി തയ്യാറായില്ലെന്നും ആരോപിച്ചാണ് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSB പവേൽ ദുറോവിനെതിരെ കുറ്റം ചുമത്തിയത്. റഷ്യയ്ക്കുള്ളിൽ അട്ടിമറി, ഭീകരാക്രമണം, കൂട്ടക്കൊല, സൈബർ തട്ടിപ്പുകൾ എന്നിവ ഏകോപിപ്പിക്കാൻ തീവ്രവാദികളും യുക്രൈൻ സർവീസിലെ സ്പെഷ്യൽ ടീമുകളും ഉപയോഗിക്കുന്ന ചാനലുകളും ചാറ്റുകളും നീക്കം ചെയ്യുന്നതിൽ ടെലിഗ്രാം പരാജയപ്പെട്ടുവെന്നാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. ആരോപണത്തോട് പവേൽ ദുറോവോ ടെലിഗ്രാം നേരിട്ടോ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ടെലിഗ്രാമിന്റെ ഔദ്യോഗിക X അക്കൗണ്ടിൽ പവൽ ദുറോവ് നടുവിരൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെക്കുകയുണ്ടായി. ടെലിഗ്രാമിന് പുറമെ വാട്സ്ആപ്പ് അടക്കമുള്ള മറ്റ് മെസ്സേജിംഗ് ആപ്പുകളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ റഷ്യ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് end-to-end എൻക്രിപ്ഷൻ അഥവാ മാക്സ് എന്ന സേവനത്തെ റഷ്യ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിന് അതായത് പുടിന് ടെലിഗ്രാം വലിയൊരു രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തിടെ അതായത് ഇന്നലെയോട് കൂടി തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ടെലിഗ്രാം വഴി സിനിമയുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ടെന്ന അശ്വിനി വൈഷ്ണവിനോട് സുരേഷ് ഗോപി ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിനെ പൂട്ടണമെന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ ടെലിഗ്രാം വലിയ രീതിയിലുള്ള രാജ്യ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയായി മാറുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്ക് അടക്കം ടെലിഗ്രാമിനെ ബാൻ ചെയ്യുന്ന ഒരു താത്കാലികമായി ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ടെലിഗ്രാം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ കേന്ദ്ര സർക്കാർ നിരത്തിയ തെളിവുകളെല്ലാം തന്നെ അത് കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതായത് ടെലിഗ്രാമിൽ കൂടെ തന്നെ പലതരത്തിലുമുള്ള രാജ്യദ്രോഹപരമായ പല ആക്ടിവിറ്റികളും ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യ തന്നെ തെളിയിച്ചിട്ടുണ്ട്. തെളിവ് സഹിതമാണ് ഇന്ത്യ തന്നെ ഇപ്പോൾ അത് കോടതിയിലേക്ക് കൊണ്ട് സമർപ്പിച്ചത്. അതേ രീതി ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ റഷ്യയും പറയുന്നത്. ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്ക് നേരെ സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ടെലിഗ്രാം വരും ദിവസങ്ങളിൽ ടെലിഗ്രാമിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ചിലപ്പോൾ റഷ്യ തന്നെ ടെലിഗ്രാമിനെ നിരോധിക്കാം. ഇന്ത്യ തന്നെ ഇപ്പോൾ ടിക്ടോക്കിനെയൊക്കെ നിരോധിച്ചതുപോലെ ടെലിഗ്രാമിനും നിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതയിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.